ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കായി 5 നാളും ഊർജിത തെരച്ചിലാണ് നടത്തിയത്. 6 മേഖലകളായി തിരിച്ചായിരുന്നു ഇന്നലെ പരിശോധന. മണ്ണാഴങ്ങളിൽ പുതഞ്ഞുപോയവരെ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനമായ ഐബോർഡ് ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് നടന്നു. അഞ്ചാം ദിനവും പുലർച്ചെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് ദുരന്തഭൂമിയിലേക്ക് ദൗത്യസംഘമെത്തി. 4 ദിവസം നിന്ന ഇരുണ്ട മാനം രാവിലെ തന്നെ തെളിഞ്ഞത് തെരച്ചിലിന് വലിയ ആശ്വാസമായിരുന്നു. പ്രദേശവാസികളിൽ നിന്ന് സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും വിവരം ശേഖരിച്ചിരുന്നു. മഴ മാറിയെങ്കിലും ചെളിയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് ചാലിയാർ പുഴയിലും തെരച്ചിൽ നടന്നു. കൂറ്റൻ പാറക്കല്ലുകൾ കാരണം ബോട്ടുകൾ ഇറക്കാനാകാത്തതിനാൽ ചെറുതോണികളിലാണ് തിരച്ചിൽ നടത്തിയത്. മാക്സിമം ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ചാലിയാറിൽ പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, ക്ലബ്ബുകളുണ്ട്. പിന്നെ നമ്മൾ വിവിധ നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ ഉടനെത്തിക്കും. ഐബോർഡ് ഡ്രോൺ ദൗത്യമേഖലയിലെത്തിച്ചു. ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം മുതൽ പരിശോധന നടത്താനാണ് നീക്കം. പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം അവർ പറയുന്നിടത്ത് തിരച്ചിൽ നടത്തുമെന്ന് ADGP 24-നോട്. ഉരുൾപൊട്ടലിൽ 354 പേരാണ് ഇതുവരെ മരിച്ചത്. 206 പേർ ഇപ്പോഴും കാണാമറയത്താണ്. മരിച്ചവരിൽ 30 കുട്ടികളുമുണ്ട്. ദുരന്തത്തിൽ 7 കുട്ടികൾ അനാഥരായി. ഇവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഒരു കുടുംബത്തിൽ തന്നെ കുറേ ആളുകൾ നഷ്ടപ്പെട്ടു. അവിടെ പഠിക്കുന്നൊരു കുട്ടിയുണ്ടാവും. ആ കുട്ടിയുടെ പഠനത്തിൻ്റെ ഭാവി ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്. ആ കുട്ടികളുടെ പഠനം എങ്ങനെ? അതിലൊന്നും നമ്മൾ വേറെ അവർക്ക് വേണ്ട മറ്റ് പാഠപുസ്തകങ്ങളായാലും മറ്റ് ആവശ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. ഇതൊക്കെ നമുക്ക് കൃത്യമായി തന്നെ ചെയ്തു പോകാം. ഒരു കുട്ടിയുടെയും പഠനം ഇതിന്റെ ഭാഗമായി തടസ്സപ്പെടില്ല. മുന്നറിയിപ്പിനെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് മാറിയവരുടെ കണക്കുകൾ എടുക്കുമെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. 200-ലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നും കളക്ടർ വ്യക്തമാക്കി. എല്ലാ ടെക്നോളജി ഉൾപ്പെടുത്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മിസ്സിംഗിന്റെ ഇതുവരെ 218 ആണ്. സോ അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ വാർണിംഗ് കൊടുത്തിരുന്നു അല്ലേ, അപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. സോ അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്ന് വിവരശേഖരണം വേഗത്തിലാക്കുന്നതിന് ഹാം റേഡിയോ സംവിധാനമൊരുക്കി. കൽപ്പറ്റയിലെ കളക്ടറേറ്റാണ് ബേസ് സ്റ്റേഷൻ. ടീം 24 വയനാട്.